നൊസ്റ്റാൾജിയ 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 ഒരു വണ്ടി കാണിച്ചിട്ട് നൊസ്റ്റാൾജിയ എന്നോ അത് പറയാം. ദേ, ഈ വണ്ടിക്കുട്ടനെ നമ്മുടെ കൈ കിട്ടിയിട്ട് ഏകദേശം 15 വർഷത്തോളായിട്ടോ. പക്ഷേ ഇവനെ ഉപയോഗിക്കാൻ പറ്റാതായിട്ട് ഏകദേശം 2, 3 അല്ല 4 വർഷത്തോളായി. കാരണം വേറെ വണ്ടിയൊക്കെ കൈ കെട്ടിയപ്പം ഇയാളെ ഉപയോഗിച്ചില്ല, അങ്ങനെ ഓടിക്കാൻ പറ്റാത്തതായി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അങ്ങ് മാറ്റിയേക്കുമായിരുന്നേ. പക്ഷേ ഇപ്പം പൊടുതെട്ടി എടുക്കാനുള്ള കാരണം നമ്മുടെ വാവക്കൂട്ടനാണ്. ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ വാവക്കൂട്ടനും ഫ്രണ്ട് വശം കാണാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ ബാക്കിലിരിക്കുന്നുണ്ടേ. അന്നേരം തോന്നിയതാ ബൈക്കിലാകുമ്പോൾ ഫ്രണ്ട് വശം തിട്ടിക്കൊണ്ട് പോകാമല്ലോ. അങ്ങനെ കുഞ്ഞ് നമ്മുടെ വണ്ടി കൊണ്ടുപോയി റെഡിയാക്കേണ്ടി വന്നിട്ടുണ്ടേ. ഇവൻ ഇന്നലെ ആട്ടോ നമ്മുടെ കൈ കെട്ടിയേ. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ 3 പേരും കൂടെ റൈഡിന് പോകാൻ ഇറങ്ങിയേക്കും കേട്ടോ. വാവക്കൂട്ടൻ്റെ ആദ്യമൊക്കെ കയറാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷേ പിന്നെ കയറി ആൾ സെറ്റായിട്ടിരുന്നു കേട്ടോ. ആൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു, കാരണം എനിക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിനെ ആദ്യം കാണുന്ന ടൈമിലൊക്കെ കുഞ്ഞിനുണ്ടായിരുന്ന വണ്ടി ഇതായിരുന്നു കേട്ടോ. കൂടുതൽ ഈ വണ്ടിയിലാണ് പോയിട്ടുള്ളത്, അതുകൊണ്ടുള്ള നൊസ്റ്റാൾജിയ കേട്ടോ. ഭയങ്കര സന്തോഷമായി ഇവന് വീണ്ടും നമുക്ക് തിരിച്ച് കിട്ടിയപ്പോൾ. കാരണം ഓടിക്കാൻ പറ്റത്തില്ല എന്നാ കരുതി കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ ഞങ്ങൾ പോകുന്നത്. കുഞ്ഞുനാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ബൈക്ക് ഓടിക്കുന്ന സന്തോഷം, വാവക്കൂട്ടനാണെങ്കിൽ ആദ്യമായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് പോകുന്ന സന്തോഷം, എനിക്കാണെങ്കിൽ നൊസ്റ്റാൾജിയ കൊണ്ടുള്ള സന്തോഷം. അങ്ങനെ മൊത്തത്തിൽ ഒരു സന്തോഷമയത്തോടെ കേട്ടോ ഞങ്ങൾ ഈ റൈഡ് പോകുന്നത്. ആദ്യമൊക്കെ കുറച്ച് നേരം വാവക്കൂട്ടൻ ഫ്രണ്ടിൽ ഇരുന്നു, പിന്നെ എൻ്റെ കൂടെ ബാക്കിൽ വന്നു, പിന്നെ ഫ്രണ്ടിൽ പോയി. അങ്ങനെ കേട്ടോ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോയത്. എന്തായാലും കൊള്ളായിരുന്നു. ഒരുപാട് നേരമൊന്നും വാവക്കൂട്ടൻ അങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ എവിടെ എന്തിനാ പോകുന്നതൊക്കെ ഞാൻ വഴിയെ പറയാമേ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയത് ദാ ഈ പഴം വാങ്ങാനാട്ടോ. രാവിലെ പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് പഴമില്ലെന്ന് അറിഞ്ഞത്. അപ്പം പിന്നെ പഴം വേണമല്ലോ, പിന്നെ നമുക്ക് റൈഡും വേണം. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി റൈഡിന്. ഇങ്ങനെ ആ കൂട്ടത്തിൽ പഴവും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങൾ 3 പേരും. വാവക്കൂട്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഫ്രണ്ടിലിരുന്ന് പോയത്. ഞങ്ങൾക്ക് 2 പേർക്കും അതിനേക്കാളും സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വണ്ടി കയറിയിട്ടേ ഇല്ലായിരുന്നു. എന്തായാലും ഇനി പോയി പുട്ടുണ്ടാക്കി കഴിക്കട്ടെ.